അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗർഭിണികളായ ആളുകൾ യാ മുബ്ദിഉ യാ അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ഇസ്മിനെ ചൊല്ലിയാൽ ലഭിക്കുന്ന അത്ഭുതകരമായ ഏതൊരു ഗർഭിണിക്കും ആവശ്യമുള്ള പരിശുദ്ധമായ ഒരറിവ് നമുക്ക് നോക്കാം അതേതാണ് എന്ന്. ഈ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവായിരിക്കും. നിങ്ങൾ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം. നോക്കൂ, ചെയ്യേണ്ടത് ഗർഭിണികളായ ആളുകൾ ഇത് ചെയ്യേണ്ട രൂപം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഭർത്താവിൻ്റെ വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ നിങ്ങളുടെ വയറിൻ്റെ മുകളിൽ വെക്കുക. അതായത് ഭർത്താവിന്റെ വലതു കൈയിന്റെ ചൂണ്ടുവിരൽ ഭാര്യയുടെ വയറിന്റെ മുകളിൽ വെച്ചുകൊണ്ട് 17 തവണ, എത്ര തവണ? 17 തവണ യാ മുബ്ദിഉ യാ അല്ലാഹ്, യാ മുബ്ദിഉ യാ അല്ലാഹ്. എന്താ അർത്ഥം? ആദ്യമായി സൃഷ്ടിച്ചവൻ, ആദ്യമായി നിർമ്മാതാവ്, സൃഷ്ടാവ്, ആദ്യമായി സൃഷ്ടിച്ച അല്ലാഹു, ആ അല്ലാഹു എന്ന ഇസ്മിന്റെ അർത്ഥമുള്ള ഇസ്മ യാ മുബ്ദിഉ യാ അല്ലാഹ്, യാ മുബ്ദിഉ യാ അല്ലാഹ് 17 തവണ. ഇത് ഗർഭിണിയാണ് എന്ന് അറിഞ്ഞതു മുതൽ ചൊല്ലി തുടങ്ങാം. നിങ്ങൾ എത്ര മാസം ഗർഭിണിയാണെങ്കിലും ഇത് ചൊല്ലി തുടങ്ങാം. എപ്പോഴാണ് എല്ലാ ദിവസവും ചൊല്ലേണ്ടത്? ഏത് സമയത്തും ചൊല്ലാം. രാവിലെയോ പകലോ രാത്രിയോ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത്. എന്താ ഇതുകൊണ്ടുള്ള നേട്ടം? ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ് എന്നുള്ളതാണല്ലോ പ്രധാനമായും ഇനി അറിയേണ്ടത്. ഗർഭിണികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഗർഭം അലസി പോകാതിരിക്കാൻ നമ്മൾ മനസ്സറിഞ്ഞ് വലിയ സന്തോഷത്തോടുകൂടി ഒരു പക്ഷേ ദീർഘനാളത്തെ ഒരു സ്വപ്നം എന്ന പോലെ നമുക്കൊരു കുട്ടി ഉണ്ടാകാൻ പോവുകയാണ്, ഗർഭിണിയാണ് എന്നറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഗർഭം അലസിപ്പോയി എന്ന ഒരു അവസ്ഥ വന്നാൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഗർഭം അലസി പോകാതിരിക്കാൻ, അതേപോലെ തന്നെ ജനിക്കുന്ന കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ല അമൂല്യമായ ഒരു മാർഗമാണ് അള്ളാഹുവിന്റെ ഇസ്മാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് ഇത് ദുആ ചെയ്യുക കൂടി ചെയ്യണം. അള്ളാഹുവേ, ഗർഭം അലസി പോകാതിരിക്കുകയും ജനിക്കുന്ന കുട്ടിക്ക് അംഗവൈകല്യങ്ങളില്ലാതെ പൂർണ്ണതയുള്ള കുട്ടിയാക്കുകയും ചെയ്യണേ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയും കൂടി ചെയ്യണം. ഇനി ഒരു സംശയമുണ്ടാകും, ഭർത്താവ് അടുത്തില്ലെങ്കിൽ എന്താ ചെയ്യുക? ചൂണ്ടുവിരൽ വെക്കാൻ ഭർത്താവില്ലെങ്കിലോ? ഭർത്താവില്ലെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ഭർത്താവ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യലാണ് അതിൻ്റെ ഉത്തമം. അല്ലാഹു ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകട്ടെ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.